ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങും മുട്ടയും മാത്രം മതിയാകും. ഇതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ് വേണ്ടത്. ഉരുളക്കിഴങ്ങ് ഇതേ രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് പേസ്റ്റ് ആവരുത്, അതൊന്ന് ചതച്ചെടുക്കുക. പിന്നെ വേണ്ടത് റൈസ് പൗഡറാണ് വേണ്ടത്. പിന്നെ പച്ചമുളക്, ഇതിനാവശ്യമായ പച്ചമുളക് വേണം. നമുക്കൊന്ന് മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കണം. ഈ സമയത്ത് മുട്ടയിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് വേണം നമ്മളൊന്ന് ചിക്കിയെടുക്കാനും. നമുക്ക് മുട്ട ഇതിൽ ഈ ഒരു സ്നാക്കിൽ നമുക്ക് മുട്ട പുഴുങ്ങി ചേർത്ത് ആ പുഴുങ്ങിയ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അങ്ങനെ ആയാലും നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാവുന്നതാണ്. എങ്കിലും മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കുന്നതിൽ നല്ലത്, നല്ല ടേസ്റ്റ് കിട്ടും ഈ രീതിയിൽ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ ആ മുട്ടയൊക്കെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. തണുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാവുള്ളൂ. നമുക്ക് ആ സമയത്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ കട്ടയില്ലാത്ത രീതിയിൽ തന്നെ അത് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വരുന്ന രീതിയിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മുട്ട തണുത്ത് വന്നിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല രീതിയിൽ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ അളവിൽ റൈസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ റൈസ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് വേണ്ടത്. പേസ്റ്റല്ല, ഒന്ന് ചെറിയ തരി പോലെ രീതിയിൽ വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, അത് ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നമ്മളിതിൽ ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 2 എണ്ണം മതിയാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിലൊക്കെ നമുക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂൺ, കറക്റ്റ് ഒരു സ്പൂൺ നിറച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാകും കാശ്മീരി ചില്ലി. എന്നിട്ട് വലിയ ജീരകത്തിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഒരു 1/2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മസാല ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. പട്ട, ഗ്രാമ്പൂ അങ്ങനെ അതെല്ലാം കൂടെ ചേർന്ന് വരുന്ന അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇത് കുഴയ്ക്കുന്ന സമയത്താണ് ഈ ഉള്ളിയും ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് വിട്ടുപോയതാണ് ഈ സവാള ഉള്ളി നമ്മളിതിൽ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ആ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഉള്ളിലൊരു വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ടല്ലോ, അന്നേരം അതനുസരിച്ച് നമുക്ക് വെള്ളം പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിൽ ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നനവിലാണ് ഇതിപ്പോൾ നമ്മൾ കുഴച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ചെടുത്ത് നമ്മൾ ഈ പരിപ്പുവടയുടെയൊക്കെ ഷേപ്പിൽ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ചെറിയൊരു ഉരുള എടുത്ത് നമ്മുടെ കൈയുടെ വെള്ളയിൽ ഇതുപോലെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഷേപ്പിൽ വേണം നമ്മൾ ഒന്ന് പരത്തിയെടുക്കാനായിട്ട്.
അങ്ങനെ ഇതെല്ലാം നമ്മൾ ഒന്ന് ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു കട്ട്ലറ്റ് ഷേപ്പ് പോലൊക്കെ വരും. ആ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാം. നമുക്ക് ഈ രീതിയിൽ കട്ട്ലറ്റ് പോലെ ആയാലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് മുട്ടയ്ക്കകത്ത് ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലായാലും നമ്മളൊന്ന് പൊരിച്ചെടുത്താലും അത് കട്ട്ലറ്റ് ആക്കി എടുക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസിലോ മുട്ടയിലോ ഒന്നും ഡിപ്പ് ചെയ്യുന്നില്ല, നേരെ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരു താമസവുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കുമാണിത്. നമ്മളിത് എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 2 സ്പൂൺ അളവിൽ റൈസ് പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാതെ നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ നമ്മൾ കട്ട്ലറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഓയിലോട്ട് ഇട്ട് കൊടുക്കുക, അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ആ ഒരു ഒഴിവാക്കിക്കുന്നത് കൊണ്ടാണ് എണ്ണയിൽ ഇതിപ്പം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് റൈസ് പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അന്നേരം നമുക്കത് പൊട്ടിപ്പോകത്തില്ല, നല്ല പുറമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ഒരു സൈഡ് നമുക്ക് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് കോരി മാറ്റാം. വേണ്ട, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പലഹാരത്തിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്.